ചിരിച്ച് മരിക്കണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പടത്തിന് വരാം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് കഴിഞ്ഞാൽ നല്ല കോമഡി, കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലപോലെ നമ്മൾ ചിരിച്ചു. അതാ പറഞ്ഞാൽ ചിരിച്ച് മരിക്കാമെങ്കിൽ ഈ പടത്തിന് വരാം, നമുക്ക് തയ്യാറാണെങ്കിൽ. വാട പോലെ ഫുള്ളൊരു കോമഡി ട്രാക്കിലാണ് മൂവി പോയേക്കുന്നത്. ഫുള്ള് കോമഡി ട്രാക്കിലല്ല, എന്നാലും നമുക്കൊരു നല്ല പടമാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. ഫാമിലി എലമെന്റ്സ് ഒക്കെ എന്തോ ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്, ഫുൾ ഫാമിലി പടമാണ്. അപ്പോൾ തന്നെ യൂത്തിനും എല്ലാവർക്കും പറ്റിയ പടമാണ്. ആരാ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തെന്ന് പറയാൻ പറ്റും പടത്തിൽ? സ്കോർ ചെയ്തത് പുതിയ കുറേ ആൾക്കാരുണ്ട്. അവരാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ പുതിയ മുഖങ്ങൾ വന്നിട്ടുണ്ട്. അവരാണ് സത്യത്തിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. ഒപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരും സിനിമയിൽ അഭിനയിച്ചവരാ. മിൻ ചേച്ചി, സീമ, റീന ചേച്ചി, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന പടമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പടം കണ്ടിറങ്ങിയതിനു ശേഷം ആരാണ് മൂവിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തതെന്ന് പറയാമോ? ഇല്ല കാണാം. നിങ്ങൾ കണ്ടിട്ടാണ് നമുക്കറിയാം. ഈ വാട മൂവി പോലെയുള്ള ആ ഒരു ട്രാക്ക് ആണോ ഫുൾ കോമഡി? അതെ, കോമഡിയാണ്, മനസ്സിലാവും. അത് എല്ലാം ഉണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. ഫാമിലി ഓഡിയൻസിനാണ് കുറച്ചുകൂടി. എല്ലാം ഫാമിലി മാത്രമല്ല, നമ്മുടെ യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ എല്ലാവർക്കും കണക്ട് ആവുന്ന അടിപൊളിയാണ്. ബിസിനസ് സമേതം ചോദിക്കുന്നത് ബിസിനസ് സമേതത്തിൽ അതെ അടിപൊളി മൂവിയാണ്. സാധാരണക്കാരുടെ ചിത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസാണ്. അനുഷ്കാരനും അസീസിക്കാരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ പെർഫോമൻസ് ആയിട്ടാണോ കോമഡി? അസീസ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. സൂപ്പറായിരുന്നു. ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് കയറിയപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി തോന്നുന്നു. ഇനി വാഴ പോലെ ഒരു കോമഡി ഫുൾ കോമഡി ട്രാക്കിലായിരുന്നു മൂവി. ഇവരോട് ചോദിച്ചോട്ടോ, വർക്ക് ചെയ്തതാണ്. നല്ല മൂവിയായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാന്ന് പറയാം ഈ വീക്കെൻഡിൽ. മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയാമോ? ഒരു സാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ അത്രയും കോമഡി ആയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര രസമായിട്ടാണ് ചെയ്യുന്നത്. എൻഗേജിങ് ആണ്. ചെറിയൊരു പടമാണ്, പക്ഷേ എൻഗേജിങ് ആണ്. ഇനി ഈ പടം കാണാൻ പോകുന്നവരോട് എന്ത് എക്സ്പെക്ട് ചെയ്താണ് വരേണ്ടതെന്ന് പറയാം? ചെറിയ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പടം എക്സ്പെക്ട് ചെയ്യുന്നു. എന്തായാലും ഇഷ്ടം.